LDF കൺവീനർ ടി പി രാമകൃഷ്ണൻ പ്രതികരിക്കുന്നത് ഈ കൊലപാതക കേസിൽ നിരപരാധികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ്. മുൻ MLA-ക്ക് ഉൾപ്പെടെ ബാധകമായ കാര്യമാണിത്. പെരിയ ഇരട്ടക്കൊലപാതകം കാസർഗോഡ് നടന്ന ഒരു സംഭവം മാത്രമാണ്. CPM ആസൂത്രണം ചെയ്ത് ഒരു കൊലപാതകവും കേരളത്തിൽ നടന്നിട്ടില്ലെന്നാണ് LDF കൺവീനർ പറഞ്ഞത്. പരിശോധിച്ച് നിയമ നടപടി സ്വീകരിക്കാനേ സാധിക്കുള്ളൂ. അത്തരം കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നിലനിൽക്കുന്നതുകൊണ്ട് ഇതിന്റെ എല്ലാ വിശദാംശങ്ങളും മനസ്സിലാക്കിയതിനു ശേഷം കൂടുതൽ കാര്യങ്ങൾ പ്രതികരിക്കാം. അല്ല, അതെനിക്കറിയില്ല. അപ്പം അതിന്റെ വിധിയാകെ നോക്കിയെങ്കിലേ പറയാൻ കഴിയുള്ളൂ. കേസിൽ കുറ്റം ചെയ്യാത്തവർ ആ കേസിൽ പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ എന്തായിരുന്നാലും കോടതി വിധി ആരായാലും എന്തായാലും അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. അംഗീകരിച്ചുകൊണ്ടേ തുടർന്ന് ഇനിയും നിയമ നടപടിക്ക് സാധ്യതകളുണ്ടല്ലോ. ആ സാധ്യതകൾ അവർ സ്വാഭാവികമായിട്ട് ഇതിൽ നിരപരാധികളായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർ പരിശോധിക്കല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞതിൽ മുൻ MLA ഉൾപ്പെടെ ആളുകൾക്ക് ബാധകമായ കാര്യമില്ല. എനിക്കിങ്ങളിപ്പോൾ ചോദിച്ചാൽ എനിക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും വിശദാംശം പറയാനാവില്ല. ഞാൻ ഈ കോടതി വിധി കേട്ടിട്ടില്ല, അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ ഇതുവരെ ഒരു മീറ്റിംഗിലായിരുന്നു. അതുകൊണ്ട് എനിക്കതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ അത് സംബന്ധിച്ചുള്ള ഒരു സാധാരണ നിലയിലുള്ള ഒരു പ്രതികരണം മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ വേണമെങ്കിൽ നിങ്ങളോടൊന്ന് സംസാരിക്കാം. എങ്ങനെ CPM ആസൂത്രണം ചെയ്ത ഒരു കൊലയും കേരളത്തിലില്ല. അതിൽ CPM എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും.